പശ്ചിമേഷ്യയിൽ സ്ഥിതി ആശങ്കാജനകമാണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം, യുദ്ധം അത് ഒട്ടും അറുതിയില്ലാത്ത രീതിയിൽ തുടരുകയാണ്. ഇറാനിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ നേരിട്ട് യുദ്ധവിമാനങ്ങൾ അയച്ചാണ് തെഹ്റാനിൽ കെട്ടിടങ്ങൾക്ക് മേലെ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഖാംനയി കൊല്ലപ്പെട്ടതിന്, ഖാംനയെ വധിച്ചതിനുള്ള ശക്തമായ മറുപടി നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ഇറാനും നൽകുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഗൾഫ് മേഖലകളിലുടനീളം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒമാനിൽ ഉൾപ്പെടെ 2 തവണ ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ എന്നതാണ്. ബഹ്റൈനിലും വീണ്ടും സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അവിടെ സൈറൻ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പൗരന്മാരോട് ബഹ്റൈനിലെ ഹോട്ടലുകളിൽ നിന്ന് താമസമൊഴിയണമെന്ന നിർദ്ദേശമാണ് US എംബസി നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ സിറാജ് പള്ളിക്കര നൽകും. സിറാജ്, ബഹ്റൈനിൽ തുടരെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണോ? അവിടുത്തെ സ്ഥിതി എന്താണ് ഇപ്പോൾ? തീർച്ചയായും ദിവ്യ, ഇന്ന് രാവിലെ ബഹ്റൈന്റെ തലസ്ഥാന നഗരിയിലുള്ള ഒരു ഹോട്ടൽ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണത്തിന് ശേഷം സ്ഥിതിഗതികൾ ഏതാണ്ട് ശാന്തമായിരുന്നു. എന്നാൽ അരമണിക്കൂർ മുമ്പാണ് റിഫ, അതുപോലെ തന്നെ ജുഫൈർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും ആക്രമണമുണ്ടായത്. സ്ഫോടന ശബ്ദങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയും സൈറൺ മുഴങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രാവും പകലും ഇപ്പോൾ ബഹ്റൈനിൽ ഉള്ളത്. പലപ്പോഴും പ്രതിരോധ സേന ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുമ്പോൾ, ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ തെറിച്ചു വീഴുന്നതും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നതുമാണ് ബഹ്റൈനിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 7:30 മനാമയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നത്. ആ ആക്രമണത്തിൽ ആളപായമോ പരിക്കുകളോ ഒന്നും ഉണ്ടായില്ലെങ്കിലും ഹോട്ടലിന്റെ മുൻഭാഗത്തിന് പരിക്കു പറ്റിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ അമേരിക്കൻ പൗരന്മാരോട് ഹോട്ടലുകളിൽ നിന്ന് താമസമൊഴിയണമെന്ന് ബഹ്റൈനിലെ US എംബസി നിർദ്ദേശം നൽകുന്ന സാഹചര്യമാണ് ഈ ആക്രമണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ 5ാം കപ്പൽ സിറാജ്, അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരൊക്കെ അവിടെ നിന്ന് സ്വന്തം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടോ? അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഈ വ്യോമപാതയൊക്കെ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയല്ലേ? തീർച്ചയായും ബഹ്റൈനിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വ്യോമപാത പരിപൂർണമായി അടക്കുകയും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ പ്രത്യേകിച്ച് ആക്രമണം ഉണ്ടാകുന്ന ചില പ്രത്യേക പ്രദേശങ്ങൾ, അമേരിക്കൻ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജുഫൈറിലെയും അതുപോലെ തന്നെ ഉള്ള പ്രദേശങ്ങളിലെയും ഇന്നലെ രാത്രി ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ആക്രമണമുണ്ടായ ഹൂറ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ വ്യാപകമായി ഒഴിപ്പിക്കുന്നുണ്ട്. ആളുകൾ സ്വമേധയാ തന്നെ, പ്രവാസികൾ വിവിധ സ്ഥലങ്ങളിലേക്ക്, താരതമ്യേന ആക്രമണ സാധ്യത കുറഞ്ഞ പ്രദേശങ്ങളെന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുന്ന സാഹചര്യവുമുണ്ട്. രീതിയിലാണ് കാര്യങ്ങൾ. ഹോട്ടലുകൾ ഒഴിയാൻ പൗരന്മാരോട് US നിർദ്ദേശം നൽകി എന്നറിയുന്നു. പക്ഷേ ബഹ്റൈനിൽ തുടരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. സിറാജ്, നോക്കൂ, ഇന്നലെ ഈ സംഘർഷം തുടങ്ങിയതിന് പിന്നാലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്ന ഒരു രാജ്യങ്ങളിലൊന്ന് ബഹ്റൈനല്ലേ? തീർച്ചയായും അമേരിക്കയുടെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം എന്ന നിലയിലാണ് ഇത്തരം ആക്രമണങ്ങൾ കൂടുതലായിട്ടായത് എന്നാണ് കരുതേണ്ടത്. എന്നാൽ പോലും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്കുമുള്ള ആക്രമണങ്ങളുടെ കാരണം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ 11 മണിക്ക് ബഹ്റൈൻ വ്യോമപാത അടച്ചതും അതുപോലെ തന്നെ രാവിലെ ഹോട്ടലിലേക്കുണ്ടായ ആക്രമണവും ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് റിഫ, ജുഫൈർ പ്രദേശങ്ങളിലുണ്ടായ ആക്രമണവുമാണ് ഏറ്റവും പുതുതായി ഇന്നുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ. ആളുകളോട് ബഹ്റൈനിലെ സ്ഥിതിഗതികൾ എന്നതാണ്. തുടരെ സ്ഫോടന ശബ്ദങ്ങൾ, ആക്രമണ ശ്രമങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.